ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇനി നമ്മൾ പോകുന്നത് കൈപ്പുഴ കൊട്ടാരത്തിലേക്കാട്ടോ. പന്തളം രാജാക്കന്മാരുടെ മറ്റൊരു വസതിയായിരുന്ന കൈപ്പുഴ കൊട്ടാരത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. അച്ചൻകോവിലാറിന്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് പന്തളം കൊട്ടാരവും അതുപോലെ കൈപ്പുഴ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത്. അച്ചൻകോവിലാറിന്റെ കുറുകെയുള്ള വളരെ മനോഹരമായ ഒരു തൂക്കുപാലമാണ് കേട്ടോ ഇത്. ഈ തൂക്കുപാലം കടന്ന് നമ്മൾ ആദ്യം ചെല്ലുന്നത് കൈപ്പുഴ ക്ഷേത്രത്തിലേക്കാണ്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് വരുന്ന തിരുവാഭരണ ഘോഷയാത്ര ഇതുവഴിയാണ് കടന്നു പോകുന്നത്. തിരുവാഭരണവുമായി വരുന്ന രാജകുടുംബാംഗത്തിന് കൈപ്പുഴ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ച് അതുപോലെ ഭസ്മം വാങ്ങുകയും കൊട്ടാരമുറ്റത്തെ മണ്ണടി ഭഗവതിയുടെ അടുത്ത് ഉടവാൾ സമർപ്പിക്കുകയും ചെയ്ത് കൈപ്പുഴ കൊട്ടാരത്തിന്റെ 18 പടികൾ ഇറങ്ങി തിരുവാഭരണ ഘോഷയോടൊപ്പം ചേർന്നാണ് ഇവിടുന്ന് യാത്ര പോകുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കൈപ്പുഴ കൊട്ടാരത്തിലെ ഇപ്പോഴും അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാം താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. പന്തളം രാജകൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ് വടക്കേ മുറിക്കൊട്ടാരം അല്ലെങ്കിൽ കൈപ്പുഴ കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാക്ഷാൽ ശ്രീ അയ്യപ്പൻ അഥവാ മണികണ്ഠൻ ബാല്യകാലത്തിൽ, അതായത് 12 വയസ്സ് വരെ ചെലവഴിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത്. തമിഴ്നാട്ടിൽ നിന്ന് പലായനം ചെയ്ത പാണ്ഡ്യ രാജാക്കന്മാർ ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും അന്നത്തെ പ്രാദേശിക തമ്പുരാനായിരുന്ന നിലമ്പൂർ കോവിലകത്തെ കൈപ്പുഴ തമ്പാനിൽ നിന്ന് കുറച്ച് സ്ഥലം വാങ്ങി ഇവിടെ സ്ഥിരതാമസമാക്കുന്നതോടുകൂടിയാണ് ഈ രാജവംശം ഇവിടെ ആരംഭിക്കുന്നത്. ഇതാണ് കേട്ടോ വടക്കേമുറി കൊട്ടാരം അഥവാ കൈപ്പുഴ കൊട്ടാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു എട്ടുകെട്ടാണ് കേട്ടോ. ഇവിടെ സന്ദർശകർക്ക് പുറമേ നിന്ന് ഈ കുളവും ഇതിനുള്ള ഭാഗങ്ങളും മാത്രം കാണാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ. അകത്തേക്ക് കയറാനുള്ള അനുവാദങ്ങളില്ല. ഈ കുളക്കടവിലേക്ക് കടക്കുന്നതിനായിട്ട് കൊട്ടാരത്തിനുള്ളിൽ നിന്നും അതുപോലെ പുറമേ നിന്നും വഴികളുണ്ട്, എങ്കിലും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്നുവരെ വറ്റാത്ത ഒരു കുളമാണെന്നാണ് ഈ രാജകുടുംബത്തിലെ അംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കുളക്കടവിലേക്ക് ഇറങ്ങുന്ന പടവുകൾക്ക് മുകളിൽ കമാനാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ളതിന് മുകളിലുള്ള മേൽക്കൂരകൾക്ക് താഴെ വിവിധങ്ങളായ മുറികളും വിശാലമായ അകത്തളങ്ങളും നടുമുറ്റങ്ങളും അതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭരണികളെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഇടതുവശത്തായിട്ട് ഒരു നിലവറയുണ്ട്. എല്ലാ വർഷവും മകരവിളക്കിന്റെ സമയത്ത് ഇവിടെ കാണാനുള്ള അനുവാദമുണ്ട്. അതുപോലെ മകരവിളക്ക് സമയത്ത് ഇവിടുത്തെ അംഗങ്ങൾ ആരും തന്നെ ശബരിമലയിലും പോകാറില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.